നിങ്ങളുടെ 5 സുഹൃത്തുക്കളുടെ ആവറേജ് ഇൻകം ആയിരിക്കും നിങ്ങളുടെയും മാസ വരുമാനം. നമ്മൾ പല ട്രെയിനേഴ്സും ഞാൻ കണ്ടിട്ടുണ്ട്, സ്റ്റേജിലൊക്കെ നിർത്തിയിട്ട് പേരെഴുതിപ്പിക്കും. 5 സുഹൃത്തുക്കളുടെ പേരെഴുതൂ, അവരുടെ മാസ വരുമാനം എഴുതൂ, എന്നിട്ട് അതിന്റെ ആവറേജ് എടുക്കൂ. ഇതായിരിക്കും നിങ്ങളുടെയും ആവറേജ് ആയിട്ടുള്ള വരുമാനം. എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്, നമ്മൾ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നെറ്റ് വർത്ത് എന്ന് പറയുമ്പോൾ അത് കൊമേഴ്ഷ്യലി കറൻസിയുമായിട്ട് മാത്രം റിലേറ്റ് ചെയ്യരുത്. നമ്മുടെ വാല്യൂസിന്റെ ഒരു നെറ്റ് വർത്തും കൂടെ ഉണ്ട്. ഇപ്പൊ ഞാൻ പറയും, ഒരു കോളം കൂടെ എഴുതണം. നിങ്ങൾ പേരും ശമ്പളവും എഴുതിയ അതേ പേപ്പറിൽ ഒരു കോളം കൂടെ എഴുതണം. എന്തൊക്കെ മൂല്യങ്ങൾ ആ എഴുതിയ ആൾക്കുണ്ട്. അയാൾ നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണോ, നിങ്ങളെ എൻകറേജ് ചെയ്യുന്ന ആളാണോ, നിങ്ങൾ വീണപ്പോൾ കൈപിടിച്ച ആളാണോ, കൂടെ നിന്ന ആളാണോ, നിങ്ങൾ വീണപ്പോ ചിരിച്ച ആളാണോ, മാറി നിന്ന് കുറ്റം പറഞ്ഞ ആളാണോ. ചിലപ്പോൾ അങ്ങനെ പറഞ്ഞ ഒരാൾക്ക് ഒരുപാട് ശമ്പളം ഉണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ടത് നെറ്റ് വർത്ത് എന്ന് പറയുമ്പോൾ അത് കറൻസിയുമായിട്ട് മാത്രമല്ല, മൂല്യബോധമുള്ള എത്ര നെറ്റ്വർക്കിലേക്ക് നമുക്ക് ഇറങ്ങിത്തിരിക്കാമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്ത് മൂല്യങ്ങൾ എനിക്ക് കൊടുക്കാം, ആ മനുഷ്യനിൽ നിന്ന് എന്ത് മൂല്യങ്ങൾ എനിക്ക് നേടാം. പണവും ഒരു മൂല്യമാണ്. അതിൽ പണം മോശമെന്നല്ല, പൈസ മാത്രമാകരുത് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുമായിട്ട് കണക്ട് ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഘടകം.